ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസണൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കുക്കുവാണെങ്കിൽ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട്. ഇതെൻ്റെ അച്ഛമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ആള് നിൽക്കാൻ വന്നതാണ്, കല്യാണത്തിന് വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പുട്ടും കടലയും കട്ടൻ ചായയൊക്കെ കൂടി കുടിക്കുകയാണ്. കാലത്തെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഞാനും ഇരുന്ന് കഴിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ കുക്കുമോൻ എണീറ്റ് വന്നിട്ടുണ്ട്. എന്താ പറയുക പുള്ളിക്കാരനാണെങ്കിൽ ഇന്നലെ കല്യാണത്തിന് പോയതിൻ്റെ ഭയങ്കര ക്ഷീണമാണ് മുഖത്ത്. അവിടെ ഡാൻസ് കളിയും കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ നല്ല സുഖമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അധികം പണികളൊന്നും ഉണ്ടാവാറില്ല, കാരണം അമ്മ വീട്ടിലുണ്ടാവാറുണ്ട്. പിന്നെ കുക്കുവിന് അംഗൻവാടി വിടുക അങ്ങനത്തെ കേസൊന്നുമില്ല. അപ്പോൾ രാവിലെ കുറച്ച് ചോറ് ഊറ്റാണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഊറ്റി ഒരുത്തൻ നമ്മളൊരു സൈഡ് ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ പണി തന്നുകൊണ്ടേ ഇരിക്കും. ഞാനാണെങ്കിൽ വാതിലൊക്കെ അടച്ചിട്ട് ഓരോ റൂമും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചോരണം, തുടയ്ക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് വരുന്ന ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി വന്നാലോ, അപ്പോൾ അങ്ങനെ. അപ്പോൾ അടിച്ചോരി തുടച്ചു. പിന്നെ വീടിൻ്റെ പെയിൻ്റൊന്നും നോക്കണ്ട കേട്ടോ. കുറേയൊക്കെ എൻ്റെയും പിന്നെ എൻ്റെ അനിയത്തിയുടെയും ഉണ്ണിയൊക്കെ ചെമ്പരിൻ്റെ മുകളിൽ കോറ് വരച്ചതും പിന്നെ തലോണയും തലയൊക്കെ വെച്ചിട്ടുള്ള ചെളിയൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ അച്ഛൻ ചിരിക്കണത് വേറെ ഒന്നുമല്ല, എൻ്റെ മുഖം കണ്ടിട്ടാണ് കേട്ടോ. അതായത് ഈ കല്യാണത്തിന് മുമ്പ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്ക് ഇട്ടതാണ് മുഖത്ത്. അത് അച്ഛന് തീരെ പിടിച്ചില്ല. അതിനായിരുന്നു ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ അമ്മ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, പെൺപിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ കടലമാവും പിന്നെ അരിപ്പൊടിയും തൈരും കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു പാക്കായിരുന്നു കേട്ടോ. കുക്കുവാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിരുന്ന ചെളിയുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ അവനെ ഞാൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ നോക്കുകയാണ്. അവനെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കുള്ളൂ, കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ കുളിച്ചിട്ട് അവനെ കുളിപ്പിക്കുമ്പോൾ പിന്നെ എൻ്റെ മേത്ത് വെള്ളമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അവനെ നന്നായിട്ട് എണ്ണ തേപ്പിച്ച് ഒരു 10-20 മിനിറ്റ് നേരം ഇരുത്തി എണ്ണയൊക്കെ പിടിപ്പിച്ചിട്ട് അവനെ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ മുടിയൊക്കെ ഈരി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ലാസ്റ്റ് റെഡി ആവുന്ന ആൾ അച്ഛനാണ് കേട്ടോ. കാരണം അച്ഛനെ ഒരു മുണ്ടു ഷർട്ടല്ലേ ഇടുണ്ടു എന്ന് പറയും. എന്നിട്ട് അച്ഛയുടെ മൊബൈലിൽ തുണ്ടു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ റെഡി ആവുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ മേക്കപ്പിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ എന്താ പറയുക, ഈ പ്രൊമോഷൻ്റെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്ന് പലരുടെയും ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ കുറേ പേർക്ക് പ്രൊമോഷനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യണതാണ്. ഈ പ്രൊമോഷൻ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ്, അല്ലാതെ നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നല്ലതല്ലെങ്കിലും അതിൽ ഒരുപാട് പ്രൊഡക്റ്റ് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് മൊത്തം എനിക്ക് പ്രൊമോഷന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. അത് ഫേസസ് കാനഡയുടെ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാനതൊക്കെ അവർ വീഡിയോയ്ക്ക് വേണ്ടി തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഉപയോഗിച്ചപ്പോൾ. അതുകൊണ്ട് ഈ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. അതായത് ഫേസസ് കാനഡയുടെ ഒരു സ്ട്രോപ്പ് ക്രീമും അതിൻ്റെ പുറമെ ഫൗണ്ടേഷനും ഒരു സ്ട്രോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടും പിന്നെ ലാസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ സാധാ പൗഡർ മാത്രം ഇട്ടിട്ട്, അതായത് പൗഡർ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അങ്ങനെ മാത്രം. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു ഗ്ലോ ഒക്കെ കിട്ടിയ പോലെ എനിക്ക് തന്നെ അങ്ങനെ ഫീൽ ചെയ്തു കിട്ടും. എൻ്റെ നോർമൽ ഷോർട്ട് വീഡിയോ പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അമ്മ ആസ് യൂഷ്വൽ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കാണുമ്പോൾ അവിടെ ഇരുന്ന് പരദൂഷണം പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ ചെന്നു. പിന്നെ ഈ ഒരു ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ്, ചേലക്കരയിൽ നിന്ന് വന്നതാണ് കാറ്ററിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പരദൂഷണത്തിന് വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അതുവരെ എനിക്ക് നല്ല എനർജി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരിക. കുറേ തവണ ഞാൻ കൂട്ടുവായി ഇട്ടു. എന്താ സംഭവം എന്ന് അപ്പോഴും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് വീട്ടിലേക്ക് പോവുക, എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നാൽ കുഴപ്പമില്ല ചോദിച്ചാൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. ആകെ എന്താ പറയുക, മേലും കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തണുക്കാൻ തുടങ്ങി. തണുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിറയ്ക്കുക, മേലൊക്കെ ഇങ്ങനെ കുളിര് കോരിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ കൊളാബ് വീഡിയോസ് ചെയ്ത് കൊടുത്തിട്ട് അത് അപ്രൂവ് ആയി കിട്ടണമെങ്കിൽ കുറേ ഡേയ്സ് പിടിക്കൂട്ടെ. എൻ്റെയൊക്കെ ചിലതൊന്നും അപ്രൂവ് ആവില്ല. വീണ്ടും വീണ്ടും നമ്മൾ സെയിം ഡ്രസ്സിൽ തന്നെ കുറേ തവണയൊക്കെ വീഡിയോ ചെയ്ത് കൊടുത്ത് അത് അപ്രൂവ് ആവേണ്ടി വരും. അപ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ കിടന്നുറങ്ങിയിട്ട് എണീക്കുന്നത് ഒരു 6:30 ആകുമ്പോഴാണ്. കാരണം കൊളാബുകാർ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ അയച്ചായോ പറഞ്ഞിട്ട് അവരൊക്കെ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ
ഒരു വീഡിയോ എങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നൊരു സമയമായിരുന്നു. കാരണം ഞാൻ ഉറങ്ങണേൻ്റെ ഇടയ്ക്ക് കുക്കറിൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിച്ച് ഒടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ദേഷ്യവും കരച്ചിലൊക്കെ ഒരുമിച്ച് വരുമായിരുന്നു. പിന്നെ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫേസൊക്കെ ആകെ മാറി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പനി വന്നിട്ട്. അങ്ങനെയാണ് ഞാൻ 2 ദിവസം വീഡിയോസൊന്നും ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് ഉഷാറായിട്ട് വേണം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം. ടാറ്റാ.